കല്ലിനും കല്ലിൻ്റെ വിശ്വാസങ്ങൾക്കും വേണ്ടി അധികാരവർഗത്തോട് പോരാടുന്ന ഒരു കഥയാണ് കാന്താര എന്ന് പറയുന്നത്. ശരി, ആയിക്കോട്ടെ. ഇനി അടുത്തത്, ആദ്യ ഭാഗത്തെ ഇൻറ്റൻസ് തരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഇപ്പോൾ ഇറങ്ങിയ കാന്താരയിൽ എവിടെയൊക്കെയോ ചോർന്നു പോയതായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് തോന്നുന്നത് സുഡാപ്പി മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സുഡാപ്പി മൈൻഡ് സെറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് കാണുകയാണെങ്കിൽ നല്ലൊരു പടമായിരിക്കും. ഈ ഇടയ്ക്ക് ഒരു റിവ്യൂ വന്നിരുന്നു, ചേട്ടാ കാന്താര എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് ആക്ച്വലി ഒരു ബ്രാഹ്മണിക്കൽ ഹെജിമണിയിൽ ഇങ്ങനെ വന്നിട്ട് ഈ കീഴാളന്മാരുടെ ദൈവത്തെ മേലാളന്മാർ വന്ന് തട്ടിയെടുത്ത് അതിനകത്തോട്ട് ബ്രാഹ്മണിക്കൽ ഇംപ്ലിമിനേഷൻ നടത്തിയിട്ടുള്ള. അപ്പോൾ റിവ്യൂ എടുക്കുന്നവൻ വീണ്ടും ഒന്ന് ചോദിക്കും പടം എങ്ങനെയുണ്ട്, അത് പറ, സവർണൻ അവർണൻ എന്നൊക്കെ പറഞ്ഞിരിക്കുക, പടം എങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞാൽ അവൻ ഇങ്ങനെ തല പറഞ്ഞ് പടം കൊള്ളാം, പടം സൂപ്പർ, പടം അടിപൊളി, ഒരു രക്ഷയില്ല. പക്ഷേ എന്നാൽ ഈ കീഴാളൻ എന്ന് പറയുമ്പം അവ ഓടിത്തള്ളുന്നൊരു സീൻ നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ വൈറലാണ് ഈ ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെയാണ് കാര്യങ്ങളുടെയൊക്കെ പോക്കെന്ന് പറയുന്നത്. പിന്നെ ഇവർ പറയുന്നൊരു കാര്യം, രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായി ഈ കഥ പാടുപെടുന്നു, ഋഷഭ് ഷെട്ടി പാടുപെടുന്നു കഥയിൽ കിടന്നെന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും രണ്ട് ദേശങ്ങൾ തമ്മിലുള്ള ഫ്രിക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഋഷഭ് ഷെട്ടി പാടുപെടുന്നതിലും വലിയ പാടാണ് ഇവിടെ കിടന്നുകൊണ്ട് സുഡാപ്പി ചാനലിൽ പെടുന്നത്.